തൊടുപുഴ KSRTC ഡിപ്പോയിൽ നിന്നാണ് ജെയിൻ എസ് രാജു നമ്മളോടൊപ്പം ചേരുന്നത്. ജെയിൻ, ഇടുക്കിയിൽ നിന്ന് തൊടുപുഴയിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അവിടെയുള്ള KSRTC സ്റ്റാൻഡിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എത്രത്തോളം അടിസ്ഥാന സൗകര്യ വികസനത്തിലടക്കം അടിസ്ഥാനപരമായി ജനങ്ങൾക്ക് നൽകേണ്ട സർവീസിലടക്കം മാറ്റങ്ങൾ വരേണ്ടതുണ്ട് KSRTCക്ക്? മാധു, ഞാനിപ്പോൾ നിൽക്കുന്നത് KSRTC സ്റ്റാൻഡിലെ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിലാണ്. ഒരു 3 വർഷം മുമ്പാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇതൊരു ബഹുനില കെട്ടിടമാണ്. സ്വാഭാവികമായിട്ടും ബഹുനില കെട്ടിടത്തിൽ ലിഫ്റ്റ് ഉണ്ടാകും. ലിഫ്റ്റിൽ പ്രവേശിക്കാനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് ഇങ്ങനെ ഒരു ഭാഗമാണ്. അതായത് ലിഫ്റ്റ് സ്ഥാപിക്കേണ്ട ഒരു ഭാഗം അത് കോൺക്രീറ്റ് ചെയ്ത് അടച്ചു വച്ചിരിക്കുന്നു. കാരണം ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിൽ വലിയ അശാസ്ത്രീയതയുണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ പല സ്ഥലത്തും ഇത് പ്രവേശനം തടഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കാണിക്കാൻ കഴിയാത്തത്. ഇതിൻ്റെ ഒരു വശത്ത് വീണ്ടും കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. അതായത് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്ന ഘട്ടത്തിൽ ഇവിടെ ലിഫ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ലിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫയർ NOC ലഭിച്ചിട്ടില്ല. ഫയർ NOC ഇല്ലാത്തതുകൊണ്ട് തന്നെ കെട്ടിട നമ്പറും ഈ ഡിപ്പോയ്ക്ക് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ വീണ്ടും ലിഫ്റ്റ് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം നടത്തി. അപ്പം ഈ ഭാഗം ലിഫ്റ്റ് സ്ഥാപിക്കാൻ ഈ കെട്ടിടം നിർമ്മിച്ച ഘട്ടത്തിൽ തന്നെ പ്ലാൻ ചെയ്ത ഭാഗം അത് കോൺക്രീറ്റ് വെച്ചിട്ട് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇനി മറ്റ് ഭാഗങ്ങൾ അവിടെ കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. പക്ഷേ കുത്തിപ്പൊളിച്ചപ്പോൾ സംഭവിച്ചത് അവിടെ ഈ കെട്ടിടത്തിൻ്റെ ബീം ആ ഭാഗത്തായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ഥലത്ത് താഴ്ത്തുന്ന നിലയിൽ ബീം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മേളിലേക്ക് അത് പൊളിക്കാതിരിക്കും. പക്ഷേ ഇവിടെ 3 നിലകളിലും അത്തരത്തിൽ കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്കൊക്കെ പ്രവേശനം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ കെട്ടിടം ഏറ്റവും അവസാനം നിർമ്മിച്ച ഒരു KSRTC സ്റ്റാൻഡാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഏതാണ്ട് 18 കോടി രൂപ ചെലവഴിച്ചാണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. ഈ കെട്ടിടത്തിനായി എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന ഘട്ടത്തിൽ 6 നില കെട്ടിടം ഏതാണ്ട് 16 കോടി രൂപ ചെലവിലാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നത്, അല്ല എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. പക്ഷേ ഈ നിർമ്മാണം പൂർത്തിയായപ്പോൾ ഏതാണ്ട് 18 കോടി രൂപയ്ക്ക് 4 നില കെട്ടിടം മാത്രമാണ് പൂർത്തിയായത്. ഈ മുകൾ നിലയിലേക്ക് ഇപ്പോൾ പോകാനുള്ള മാർഗം എന്താണ്? സ്റ്റെയർ മാത്രം ഉപയോഗിച്ചാണ്? അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഈ സർക്കാർ ഓഫീസുകളോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ ജെയിൻ? അതോ വെറുതെ ഇട്ടിരിക്കുകയാണോ? ഇത് KSRTCയുമായി ബന്ധപ്പെട്ട ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പല സ്ഥലത്തും ഇപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ അവധി ദിവസമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെ ഓഫീസുകളൊക്കെ പ്രവർത്തിക്കുന്നതാണ്. അതായത് സ്റ്റെപ്പ് കയറി മാത്രമേ മുകളിലേക്ക് പോകാൻ കഴിയൂ. അതാണ് ബാത്റൂം വൃത്തികേടാണ്. അതായത് കെട്ടിടത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയതയുണ്ട്, പക്ഷേ വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേട് നടന്നു എന്ന ഒരു ആക്ഷേപം ഉയരുന്നുണ്ട്. പല സ്ഥലത്തും ചോർന്ന് ഒലിക്കുന്നുണ്ട്, നമുക്ക് കാണാൻ കഴിയും. ഇതിപ്പോൾ അടിയിലത്തെ നിലയിലാണ് നമ്മൾ ആ ലിഫ്റ്റിൻ്റെ ഒരു ഭാഗം കണ്ടത്. ഇതിൻ്റെ മേളിലത്തെ നിലയിലേക്ക് പോവുകയാണെങ്കിൽ ആ മേളിലത്തെ നിലയുടെ ഭാഗങ്ങളെല്ലാം പ്രവേശനം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതായത് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും. ഇവിടെയൊക്കെ പല ഓഫീസുകളും പ്രവർത്തിക്കേണ്ടതാണ്, പക്ഷേ അങ്ങോട്ടേക്കുള്ള പ്രവേശനമൊക്കെ തടഞ്ഞു വെച്ചിരിക്കുന്നു. ഒരുപക്ഷെ ബാത്റൂമോ അല്ലെങ്കിൽ അത്തരം നിർമ്മാണങ്ങളൊക്കെ അല്ലെങ്കിൽ അത്തരം കെട്ടിടങ്ങളൊക്കെ ആയിരിക്കും ആ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അങ്ങോട്ടേക്കൊന്നും നമുക്ക് കയറിപ്പോകാൻ കഴിയില്ല, അതൊക്കെ അടച്ചു വെച്ചിരിക്കുകയാണ്. ലിഫ്റ്റുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളൊക്കെ ആ ഭാഗത്താണുള്ളത്. അപ്പം ലിഫ്റ്റിന് വേണ്ടി മേടിച്ച ഉപകരണങ്ങളടക്കം ഏതാണ്ട് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ആണ് ഈ തൊടുപുഴ സ്റ്റാൻഡിൽ നിന്നുള്ള വിവരങ്ങളാണ് നമുക്ക് നൽകിയത്. നേരത്തെ